അത് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ സമരസമിതികളെ മറ്റ് ഇത്തരം മേഖലയിൽ സമരം ചെയ്യുന്ന ആളുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു അംബ്രല ഓർഗനൈസേഷനായിട്ട് ഒരുമിച്ച് അവരെല്ലാം ചേർത്ത് മുന്നോട്ട് ഈ വിഷയവുമായിട്ട് പോകുക എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നത് വരെയോ നീണ്ടു നിൽക്കുന്ന സമര പദ്ധതികൾക്ക് പാർട്ടി ഇപ്പോൾ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ സമരസമിതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലോങ് മാർച്ച് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാമുകൾ കാണുന്നുണ്ട്. പൊട്ടിയാലെടുക്കേണ്ട പ്രിക്കോഷൻ ബന്ധപ്പെട്ട് പഞ്ചായത്തുകൾ വെച്ചിട്ട് നമ്മൾ അവയർനെസ് പ്രോഗ്രാമുകൾ കാണുന്നുണ്ട്. അതുപോലത്തുള്ള മറ്റു പ്രോഗ്രാമുകളെല്ലാം നമ്മൾ താലൂക്ക് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പേരിൽ എല്ലാ താലൂക്കുകളിലും കമ്മിറ്റി രൂപീകരിച്ച് താഴെത്തട്ടിലേക്ക് യൂണിറ്റ് രൂപീകരിച്ച് ആളുകളുടെ ഇടയിലേക്ക് വളരെ കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായി റെഡ് അലേർട്ട് എന്ന പേരിൽ എറണാകുളം ടൗണിൽ നമ്മൾ പ്രോഗ്രാം നടത്തിയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ 100ാം വാർഷികത്തിൽ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് മലയാള മാസം 1999 വെള്ളപ്പൊക്കമാണ്. ആ 99 മഹാപ്രളയത്തിൻ്റെ 100ാം വാർഷികത്തിൽ കോതമംഗലത്ത് നടത്തുന്ന പ്രോഗ്രാം ഒരു വലിയ പ്രോഗ്രാമായിട്ട് നടത്തുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ പ്രോഗ്രാമിൽ ഉണ്ടാവണം. തുടർന്നും മുല്ലപ്പെരിയാർ സമരസമിതി നടത്തുന്ന പ്രോഗ്രാമുകൾക്ക് നിങ്ങളുടെ സപ്പോർട്ടും വാർത്തയിൽ ഇടയും